സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചത്. രണ്ട്, ഗാന്ധി വധത്തെ ന്യായീകരിച്ചത്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു എന്നറിഞ്ഞത് ടിവിയിലൂടെയാണെന്ന് പറഞ്ഞ മുരളീധരൻ, സന്ദീപ് വന്നില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അവകാശപ്പെട്ടു. ഇല്ല, ഞാൻ ടി വി കണ്ടിട്ട് അറിയാം. അപ്പോൾ അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നുമല്ല. ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നതൊക്കെ സാധാരണ ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ്. അതിലത്രയും അത്ഭുതമൊന്നുമില്ല. അപ്പോൾ നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസ്സിലേക്ക് വന്നാൽ ഞാനതിനെ സ്വാഗതം ചെയ്യും. ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് രണ്ട് ഒബ്ജക്ഷന് മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. രണ്ട്, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. ഇന്നലെ സന്ദീപ് വാര്യർ നടത്തിയത് പൊളിറ്റിക്കലാണ്. സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം. അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ്. അത് 100% ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതൊന്നുമല്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. അഞ്ജു ജയപ്രകാശിന്റെ വിശദാംശങ്ങളുമായി. അഞ്ജു, ഈ സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശവുമായി ബന്ധപ്പെട്ടൊരു ഭിന്നാഭിപ്രായം കോൺഗ്രസിൽ ഉണ്ടെന്നാണോ? എന്തൊക്കെയാണ് കെ മുരളീധരൻ പറഞ്ഞത്? ആതിര, സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിലെ എതിർപ്പ് ഇന്നലെ പറയാതെ പറഞ്ഞ കെ മുരളീധരൻ ഇന്നത് പരസ്യമാക്കി പറഞ്ഞിരിക്കുകയാണ്. ഈ കെ മുരളീധരന്റെ ഇതേ നിലപാട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ പലരും ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതോടെ ഈ പ്രവേശനം, സന്ദീപ് വാര്യരുടെ ഈ പ്രവേശനം കോൺഗ്രസിലെ ചില നേതാക്കളെ രണ്ട് തട്ടിലാക്കിയോ എന്നത് സംശയം ഉളവാക്കുകയാണ്. പ്രധാനമായും കെ മുരളീധരൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയ ഘട്ടത്തിൽ അത് കാശ്മീരിലേക്കല്ല ആൻഡമാനിലേക്കാണ് യാത്ര നടത്തേണ്ടതെന്നും അവിടെ സവർക്കറെ തടവിൽ പാർപ്പിച്ച മുറിയിൽ പോയി ക്ഷമാപണം നടത്തണമെന്നടക്കം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും, ഒപ്പം കോട്ടയ്ക്കിൽ അദ്ദേഹം ചികിത്സയ്ക്ക് അഡ്മിറ്റ് ആയ ഘട്ടത്തിൽ കുതിരവട്ടത്തായിരുന്നു പ്രവേശിപ്പിക്കേണ്ടിയിരുന്നത് എന്നടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കഴിഞ്ഞ, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് പ്രചരണത്തിൽ സന്ദീപ് വാര്യർ എത്തിയിരുന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധിയോടുള്ള ക്ഷമാപണമാകുമായിരുന്നു എന്ന് ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി ഇന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗാന്ധിയെ കൊന്നത്, രണ്ടാമത്തെ വിഷയം അദ്ദേഹം സൂചിപ്പിച്ചത് ഗാന്ധിയെ കൊന്നതല്ല, വെടി കൊണ്ടപ്പോൾ മരിച്ചതാണെന്ന സന്ദീപ് വാര്യരുടെ പ്രസ്താവന, അത് കൃത്യമായിട്ട് അതിനോടുള്ള എതിർപ്പ് കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ മറന്ന് ഇന്നലെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കോൺഗ്രസുകാരനായ സന്ദീപ് വാര്യരെ വിമർശിക്കാം എന്ന രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ സുരേഷ് ഗോപി വരികയാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ വരികയാണെങ്കിലും ജോർജ് കുര്യൻ വരികയാണെങ്കിലും കോൺഗ്രസ് സ്വീകരിക്കും. അത് ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തായാലും പാലക്കാട് ഇനി സന്ദീപ് വന്നാൽ വിജയിക്കും, വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആതിര. അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.